ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ സ്പെഷ്യലി ചക്കക്കുരു ചേനത്തണ്ട് കറിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ചേനത്തണ്ട്, തളിര് ആയിട്ടുള്ള ചേനത്തണ്ടാണ്, ഇളം ചേനത്തണ്ട്. അപ്പോൾ അതിൻ്റെ തൊലി അങ്ങനെ കളഞ്ഞു, എന്നിട്ടിത് ഇങ്ങനെ അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ അമ്മ കയ്യിൽ വെളിച്ചെണ്ണയൊക്കെ തേച്ചിട്ടാണ് അരിയുന്നത്, ഇല്ലെങ്കിൽ കൈ ചൊറിയും. അപ്പോൾ ഇതുപോലെ അരിഞ്ഞെടുത്തു ചേനത്തണ്ടെല്ലാം. എന്നിട്ട് ഞങ്ങൾ കുക്കറിൽ ചക്കക്കുരു വേവിക്കാൻ വെച്ചു. അപ്പോൾ ചക്കക്കുരു ഇത്രയും എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു, അടച്ചു വെച്ച് 3 വിസിലടിച്ചു. 3 വിസിലിന് ഇത് വെന്തു. നന്നായിട്ട് ഉടച്ചു കൊടുത്തു കേട്ടോ. കണ്ടില്ലേ, നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നല്ല മുളക് പൊടി, പിന്നെ ഈ ചേനത്തണ്ട്, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെള്ളം, ഒരുപാട് വെള്ളം വേണ്ട, ഇത് വെള്ളം ഇറങ്ങി വരുമെന്ന്. അപ്പോൾ ഇത് 1 വിസിലടിക്കാം നമുക്ക്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പുളി ഞാൻ വെള്ളത്തിലിട്ട് വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് കഷ്ണം വെന്തത് നോക്കാം. അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് പുളി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പുളി നന്നായിട്ട് പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് തിളപ്പിക്കണം. നല്ലപോലെ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് നാളികേരം അരച്ചൊഴിക്കണം. അപ്പോൾ നാളികേരത്തിലേക്ക് 4 ചെറിയ ഉള്ളിയും 1/2 ടീസ്പൂൺ ജീരകവും ഇത്രയും അരച്ചിട്ട് ഞാനത് കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. നല്ലപോലെ വെട്ടി തിളയ്ക്കണേ, വെറുതെ ചൂടാക്കിയാൽ പോരാ. നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്ന സമയത്ത് നമുക്കതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് ഇനി വറവിടണം. അപ്പോൾ 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ, അതിലേക്ക് കടുക്, വറ്റൽമുളക്, ഒരു 5-6 ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചത്, ഇത്രയാണ് ഇട്ടത്. ആവശ്യത്തിന് കറിവേപ്പില. അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വന്നു. അപ്പോൾ ഞാൻ കറിയിലേക്ക് ഒഴിച്ചു. വീഡിയോ ഓഫായിരുന്നു, എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ കറി ഉള്ളത്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണേ.